എന്നാ സാറേ വേണ്ടേ? ഒരു പാക്കറ്റ് മെഴുകുതിരി. ലൈറ്ററോടെ. ശരി സാറേ. ഹലോ, എന്താ ഇതേ? ആണോ? ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ഓക്കെ, ഞാൻ സാറിനെ വിളിച്ചോളാം. ഓക്കെ. മതിയോ സാറേ? എത്രയായി? 60 രൂപ. സാറിപ്പോൾ ഏത് സ്റ്റേഷനിലാ? ഈ കോട്ടയത്തേക്ക് ഈ റൂട്ടിൽ ലാസ്റ്റ് ബസ് എപ്പോഴാണ്? രാത്രി 9 മണിക്ക് സാറേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മതി സാറേ, ചാച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇതിപ്പോ 8ാമത്തെ വർഷം. ഓ, 8 വർഷമായോ? സമയം പോകുന്ന അറിയത്തില്ല. കിച്ചുകുട്ടാ, എന്നാ പറയുന്നു? നീ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? നിനക്ക് വലുതാകുമ്പോ ആരാകാൻ ആഗ്രഹം? പപ്പായെ പോലെ ഇല്ലേ, പോലീസുകാരനാണ്. ആഹാ. അച്ഛാ, ചെന്നിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കട്ടപ്പന വരെ ഒന്ന് പോകണം, ഒരു കേസിന്റെ കാര്യത്തിനാണ്. ഞങ്ങളെന്നാ പൊക്കോട്ടെ അച്ഛാ. ശരി, വാ മോനെ, വാ. നടക്കും മോനെ. മമ്മി ഈയിടെ പറഞ്ഞത് ചാച്ചനും അമ്മച്ചിയും സ്വർഗത്തിൽ പോയെന്നല്ലേ? പിന്നെ എന്തിനാ നമ്മളിവിടെ വരുന്നത്? അതവരെ ഓർക്കാൻ വേണ്ടിട്ടല്ലേ മോനെ, അവരെ ഇവിടെ അല്ലേ അടക്കിയിരിക്കുന്നേ. മമ്മി, നമ്മൾ എന്തിനാ ഈ കല്ലറയിൽ തിരികെത്തിക്കുന്നേ? അത് പിന്നെ ഈശോ ലോകത്തിന്റെ പ്രകാശമല്ലേ, തിരി കത്തിക്കുമ്പോ പ്രകാശം ഉണ്ടാകത്തില്ലേ? അപ്പോ ഈശോയെ നമ്മൾ ഓർക്കുന്നു കേട്ടോ. മമ്മി നിക്ക് ഇനി എന്നാ? അപ്പൊ പിന്നെ രാത്രി നമ്മള് ലൈറ്റ് എടുത്തത് എന്തിനാ? അപ്പൊ ഈശോ പോകത്തില്ലേ? ഓ, നിന്നോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ഇനി നീ പപ്പയോട് പോയി ചോദിച്ചാ മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ വേണ്ടേ. വേഗം വന്ന് കാണാം, എനിക്ക് പോകേണ്ടതല്ലേ. ഹലോ സാർ, ഇന്നലെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന കഞ്ചാവേസിലെ പ്രതിയില്ലേ, അവൻ മിസ്സിങ്ങാ. അവൻ്റെ വീട്ടുകാരൊക്കെ വന്ന് സംഗതി കുറച്ച് സീനാ സാറേ. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റഹീമും മാനുവൽ സാറും ആയിരുന്നു. താൻ വെച്ചോ, ഞാൻ ഉടനെ വരിക. അത്യാവശ്യമായി സ്റ്റേഷൻ വരെ ഒന്ന് പോകണം, ചെറിയ പ്രശ്നമുണ്ട്. എന്നാ ഇച്ചായ പ്രശ്നം? അത് ഞാൻ വന്നിട്ട് പറയാം. പിന്നെ കൊച്ചിനെ സ്കൂളിൽ വിട്ടേക്കണം, ഞാൻ പോവാ. കിച്ചു, എന്നടാ കിച്ചു, എന്നാ പറ്റി? എന്നാടി ശബ്ദം കേട്ടെ? അതും പൊട്ടിച്ചോ? നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുള്ള ഇതൊന്നും എടുത്ത് കളിക്കരുതെന്ന്. നിനക്ക് പൊട്ടിച്ചാ മതിയല്ലോ, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനല്ലേ. നീ ഒറ്റ ഒരുത്തിയാ ഇവനെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. മനുഷ്യരിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുക. ഇനി രണ്ടുകൂടെ എന്നാന്ന് വെച്ചാ ചെയ്തോ, ഞാൻ പോവുക. അതവിടെ വെക്കടാ, കയ്യൂടെ കളഞ്ഞേക്കണം ഇനി. ആ കിച്ചു, നീ ഇവിടെ ഒന്ന് കിടക്കുവാണോ? മോൻ എഴുന്നേക്കടാ, സ്കൂളിൽ പോകണ്ടതല്ലേ, എഴുന്നേറ്റേ. എടാ എഴുന്നേക്കടാ.
ഡാ പോട്ടടാ, പപ്പ ദേഷ്യക്കാരനാന്ന് മോൻ അറിയാവുന്നതല്ലേ. നമുക്ക് സ്കൂളിൽ പോകണ്ടേ? മോൻ റെഡിയാവ്. ഈ ചായ കാപ്പി. അവിടെ വച്ചേക്ക്. സ്റ്റേഷനിലെ കാര്യം എന്തായി? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നമുണ്ടായപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മാറി. ഇപ്പോൾ എല്ലാം എൻ്റെ തലയില്ല. ആ കൂടി വന്ന ഒരു സസ്പെൻഷൻ. സർവീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബാഡ് മാർക്ക്. സാരമില്ല ചായ, എല്ലാം ശരിയാവും. കാപ്പി കുടിക്കുക. പപ്പ, സോറി പപ്പ. പപ്പയ്ക്ക് എന്നോട് ദേഷ്യമാണോ? ഇല്ല. ഇത് പപ്പയ്ക്കുള്ള എൻ്റെ സമ്മാനമാണ്. നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? ഇനി എങ്ങാനും ഇത് ആവർത്തിച്ച അവന് കളിക്കാൻ കണ്ടോ നേരം. കിച്ചു, മോൻ എന്തിനാ പപ്പയോട് ഇങ്ങനെ കാണിക്കാൻ പോയി? അതല്ലേ മോനെ വഴക്ക് പറഞ്ഞു? മമ്മി, ഞാൻ രാവിലെ പൊട്ടിച്ച് അതിന് പരിഹാരമായിട്ട് ഞാൻ പപ്പയ്ക്ക് കൊടുത്ത സമ്മാനം ആയിരുന്നു അത്. 1000 ഉമ്മ. കിച്ചു, മാത്യൂസേ, ഇന്ന് കിച്ചുൻ്റെ ബർത്ത്ഡേ ആണല്ലേ? അതെ അച്ഛാ. കിച്ചു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു.
അപ്പോൾ പപ്പായ്ക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് അവനൊരു സമ്മാനം എൻ്റെ കയ്യിൽ തന്നിരുന്നു. മോനെ